ഹായ് കൂട്ടുകാരെ, ഞാൻ എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മാമ്മൻ്റെ വീട്ടിലേക്കൊന്നും പോയിക്കില്ല കേട്ടോ. അമ്മായി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആടെ ഒന്ന് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞതാണ്. അന്നേരം ഞാൻ കീന്നേരം കണ്ടിട്ട് മക്കളില്ലാണ്ട് പോട്ടെ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നീ എൻ്റെ ബാക്കിൽ തന്നെ വരുന്നതാണ് ആ കാണുന്നത് കേട്ടാ. സമയത്ത് കോഴികൾ നമ്മളെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. കോഴികളെല്ലാം പിടിച്ച് ആട്ടി കൊടുക്കുന്നുണ്ട് അവൾ. ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെ അങ്ങ് വെയിലൊന്നുമില്ല എന്നുവെച്ചാൽ ഇടയ്ക്കൊരു മഴ പെയ്യുന്നുണ്ട്, തുണികളൊന്നും ആറിടാനും പറ്റുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മായിമാരെല്ലാം വിളിക്കും, ഒന്ന് കാണട്ടെ, കുറേ കൂടിയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കും. അതുകൊണ്ട് ഞാനൊന്ന് വേഗത്തിലൊന്ന് അവിടെ കയറിയിട്ട് കീയട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. പിന്നെ നല്ലൊരു രസമാണ് നമ്മളെ ഗ്രാമം കാണാനിട്ടോ. നിങ്ങൾ കാണുന്നില്ലേ? മക്കൾ ഇവിടുന്ന് വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. നല്ല പച്ചപ്പും പ്രകൃതി രമണീയമായ ഗ്രാമമാണ് എൻ്റെത് കേട്ടോ. കട്ടുപ്പാറ എന്നാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ അധികമൊന്നും ഇവിടെ വരുത്തില്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ റീൽസൊക്കെ കാണുന്നവർക്ക് അറിയാമല്ലേ. ഞാൻ എപ്പോഴെങ്കിലുമാണ് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെയാണ് വരുത്തുക കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോഴെന്ന് വെച്ചാൽ നവമിൻ്റെ ഒരു ലീവുള്ളതിനെ കൊണ്ടാണ് ഇങ്ങ് വന്നത് തന്നെ. മക്കളിങ്ങനെ സ്വീപ്പാക്കും, ഒന്ന് പോവമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങ് വരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മായിനെയൊക്കെ ഒന്ന് കാണട്ടെ പോയിട്ട്. എൻ്റെ മോള് ഓരോരോ കാഴ്ചകൾ കാണിച്ചിരുന്ന എനിക്ക് എന്ത് രസം ആകാശം കാണാൻ ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മാവൻ്റെ വീട് കേട്ടോ. ഇന്ന് പിന്നെ ഒരു വിശേഷം ഉണ്ട് കേട്ടോ. ഇന്ന് മൂപ്പര് അബുദാബിയിൽ നിന്ന് വന്ന ദിവസം കൂടിയിട്ടാണ്. പിന്നെ അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ മുമ്പിൽ വരാൻ ഇഷ്ടപ്പെടുന്നവരല്ല കേട്ടോ. മോനെ ഇവിടെ കുലുമാലാണ് കേട്ടോ, ഒന്നും തോന്നല്ലേ. വെച്ചാൽ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല.